ഗ്രഹം ഏറ്റവും ബലവാനാണ് എന്നും അത് നീചരാശിയിലാണെങ്കിൽ ഗ്രഹത്തിന് തീരെ ബലമില്ല എന്നും മനസ്സിലാക്കണം. നല്ല ബലമുള്ള ഗ്രഹങ്ങൾ ശുഭഫലങ്ങളും ബലമില്ലാത്ത ഗ്രഹങ്ങൾ അശുഭഫലങ്ങളാകും നൽകുക. അതുകൊണ്ട് തന്നെ ഗ്രഹങ്ങളുടെ ഫലാഫലം നിർണ്ണയിക്കുവാൻ ഉച്ചനീച രാശികളെ കുറിച്ച് അറിയുന്നത് അത്യാവശ്യം തന്നെയാണ്. ഈ വീഡിയോ മനസ്സിലാക്കുന്നത് 3-4 തവണകളായി കാണുക, മനസ്സിൽ ഉറപ്പിക്കുക. അടുത്ത ക്ലാസ്സിൽ ഗ്രഹങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം. നന്ദി, നമസ്കാരം. നമസ്കാരം. മാന്യ പ്രേക്ഷകർക്ക് കേരള ടൂറിസത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. മാന്യ പ്രേക്ഷകർക്ക് കേരള ടൂറിസത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം. മാന്യ പ്രേക്ഷകർക്ക് കേരള ടൂറിസത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഗ്രഹങ്ങളുടെ മൂലക്ഷേത്രം ഏതാണ് എന്ന് മനസ്സിലാക്കി. ഇന്ന് നമുക്ക് ഗ്രഹങ്ങളുടെ ഉച്ചനീച രാശികൾ ഏതെല്ലാമാണ് എന്ന് മനസ്സിലാക്കാം. അതിനു മുൻപിലായിട്ട് എന്താണ് ഉച്ചം, എന്താണ് നീചം എന്ന് അറിയപ്പെടുന്നത്. ഉച്ചം എന്നാൽ ഉയർന്ന അവസ്ഥ, മേന്മ എന്നെല്ലാമാണ് അർത്ഥം. ഗ്രഹങ്ങൾക്ക് രാശിചക്രത്തിലെ ഈ 12 രാശികളിൽ ചില ഭാഗത്ത് ഉയർന്ന അവസ്ഥ അഥവാ ഗ്രഹങ്ങൾ അതിശക്തരായി തീരുന്ന അവസ്ഥ കൈവരും. ആ ഭാഗത്തിന് ആ ഗ്രഹത്തിന്റെ ഉയർന്ന രാശി അഥവാ ഉച്ചരാശി എന്ന് പറയാം. അതുപോലെ നീചം എന്നുള്ളതിന്റെ അർത്ഥം താഴ്ന്ന, ശൂന്യമായ, പ്രയോജനമില്ലാത്ത, അധമമായ എന്നൊക്കെയാണ് അർത്ഥം. നേരത്തെ പറഞ്ഞതുപോലെ ഗ്രഹങ്ങൾ അതിശക്തരായി തീരുന്ന രാശിഭാവങ്ങളെ ഉച്ചം എന്ന് പറയുന്ന സമയത്തിൽ ഗ്രഹങ്ങൾ ദുർബലരായി തീരുന്ന രാശികളെ നീചരാശികൾ എന്ന് പറയാം. ഓരോ ഗ്രഹങ്ങൾക്കും വ്യത്യസ്ത രാശികളാണ് ഉച്ചരാശിയും നീചരാശിയും. അത് ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. സൂര്യന് മേടം രാശിയാണ് ഉച്ചരാശി, ചന്ദ്രന് ഇടവ്, ചൊവ്വയ്ക്ക് മകരം, ബുധന് കന്നി, വ്യാഴത്തിന് കർക്കിടകം, ശുക്രന് മീനം, ശനിക്ക് തുലാം രാശിയാണ്. ഈ വായ്പയുടെ ബെഡ്റൂമിൽ തുടങ്ങുമ്പോൾ ക്യാമറ അവിടെ ഓഫ് ആക്കി എത്ര കാര്യം വേണം? എത്ര കാര്യം വേണം അവിടെ ക്യാമറ ഓഫ് ആക്കിയത്? നീ എന്താ പകരണ്ടൊക്കെ നേടാനായിരുന്നു? ഏതെമ്മാരിയായിരുന്നു ഈ വായ്പയ്ക്ക് ഇവിടെ കിടന്നുറങ്ങുന്നതിന്റെ ക്യാമറ ഉണ്ട്. അന്നേരം നീ അവിടെ എന്റെ ഹോളിലെ ക്യാമറ ഓഫ് ആക്കിയാൽ എന്തോ എടുക്കാൻ എത്ര സമയം ഉണ്ടാക്കാനാണ്? Here I am, the fire certificate. I've started applying later on to my top of my head to make my hair fall. And these mirrors are off in my camera. Actually, this night, last night by 3:10 something, these mirrors off. At that time, I am having the camera listening. Hello? Our camera got off by 3:10. Further one, the whole camera. Hard breakfast. Hello?
കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഗ്രഹങ്ങളുടെ ഉച്ചനീച രാശികളെ കുറിച്ച് മനസ്സിലാക്കി. ഇന്ന് നമുക്ക് നവഗ്രഹങ്ങളെ അറിയാം. സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി, രാഹു, കേതു. ഈ 9 ഗ്രഹങ്ങളെയാണ് ജ്യോതിഷത്തിൽ നവഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഒരു സംശയം നമ്മുടെ മനസ്സിൽ വരും. നമ്മൾ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിച്ചത് ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ. ഈ 9 എണ്ണമാണ് ഗ്രഹങ്ങളെന്നും സൂര്യൻ ഒരു നക്ഷത്രമാണ് എന്നും ചന്ദ്രൻ ഭൂമിയുടെ ഉപഗ്രഹമാണ് എന്നുമാണ് പഠിച്ചത്. അത് ശരി തന്നെയാണ്. ഭൂമിക്ക് ചുറ്റുമുള്ള ഗ്രഹങ്ങളുടെ സഞ്ചാരവും സ്ഥിതിയും നിമിത്തം ഭൂമിയിലും ഭൂമിയിലെ ജീവജാലങ്ങൾക്കും സംഭവിക്കുന്ന ഗുണദോഷങ്ങളെ മനസ്സിലാക്കി തരുന്നതാണ് ജ്യോതിഷം. അപ്പോൾ ഭൂമിയിൽ നിന്നുമാണ് നമ്മൾ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ പട്ടികയിൽ നിന്ന് ഭൂമിയെ ഒഴിവാക്കി. മനുഷ്യരുടെയും ജീവജാലങ്ങളുടെയും ജീവിതത്തെ ഗ്രഹിക്കുകയും സ്വാധീനിക്കുകയും ചെയ്യുന്നവ എന്ന അർത്ഥത്തിലാണ് മേൽപ്പറഞ്ഞ സൂര്യചന്ദ്രാദികളായ 9 എണ്ണത്തെയും ഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. നക്ഷത്രമായ സൂര്യനും ഉപഗ്രഹമായ ചന്ദ്രനും ഛായാഗ്രഹങ്ങൾ മാത്രമായ രാഹുവിനും കേതുവിനും ഗ്രഹപദവി ഋഷീശ്വരന്മാർ നൽകിയിരിക്കുന്നു. രാഹുവും കേതുവും ഭൂമിയുടെ സഞ്ചാരപഥവും ചന്ദ്രന്റെ സഞ്ചാരപഥവും തമ്മിൽ ഖണ്ഡിക്കുന്ന 2 ബിന്ദുക്കളാണ്. ഭൂമിയിലെ ജീവജാലങ്ങളെ നിലനിർത്തുന്ന, അവയ്ക്ക് അന്നവും പ്രാണനുമായി വർദ്ധിച്ചു വരുന്ന സൂര്യൻ ഭൂമിയെ അതിശക്തമായി തന്നെ സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സൂര്യന് ഗ്രഹപദവി നൽകിയത്. ചന്ദ്രനും ഭൂമിക്ക് മേൽ സ്വാധീനമുണ്ട്. വേലിയേറ്റവും വേലിയിറക്കവും ശുദ്ധമായ ദൃഷ്ടാന്തമാണ്. ഇക്കാരണങ്ങൾ കൊണ്ട് ചന്ദ്രനും ഗ്രഹപദവി കൈവന്നു. ഗ്രഹണാധിപതയ്ക്ക് കാരണമാകുന്ന രാഹുകേതുക്കൾക്കും ഇതുപോലെ വ്യക്തമായ കാരണങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഗ്രഹപദവി നൽകിയിരിക്കുന്നത്. ഇവരെ കൂടുതൽ നവഗ്രഹങ്ങൾ എന്ന് പറഞ്ഞെങ്കിലും ആചാര്യന്മാർ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രകാശരൗദൗ പ്രഥമോ ഗ്രഹാണാം താരാഗ്രഹ പഞ്ചപദേ തദോദൗ സമോഗ്രഹൗ എന്ന് ആചാര്യന്മാർ സന്ദേഹരഹിതമായി എഴുതി വെച്ചിട്ടുണ്ട്. ഇതിനർത്ഥം നവഗ്രഹങ്ങളിൽ ആദ്യത്തെ 2, അതായത് സൂര്യനും ചന്ദ്രനും പ്രകാശഗ്രഹങ്ങൾ അഥവാ ലോകത്തെ പ്രകാശിപ്പിക്കുന്നവരാണ് എന്നും പിന്നെയുള്ള പഞ്ചപദേ താരാഗ്രഹമാണ്